വിജയുടെ ആരാധകരുടെ കൂട്ടമായ അവരുടെ സംഘടനയായ വിജയ് ഫാൻസ് അസോസിയേഷൻ എന്ന വിജയ് മക്കൾ ഇയക്കം അത് TVK പാർട്ടിയായി മാറുകയാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ് ഫാൻസ് ഉള്ളത് കേരളത്തിൽ. അവിടെ നിന്ന് തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങുകയാണ്. വാർഡ് കമ്മിറ്റി മുതൽ ഇനി വാർഡ് കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ പ്രവർത്തനം വിപുലീകരിക്കാനുമാണ് നീക്കം. ഇപ്പോൾ പാലക്കാട് വലിയ പങ്കാളിത്തം തന്നെയാണ്. വിജയ് ഫാൻസ് ഒരുപാട് പേര് ഒത്തുകൂടിയിട്ടുണ്ട്. 200ഓളം ആളുകളാണ് ഇവിടെ ഈ ഹാളിൽ ഒത്തുകൂടി ഈ പരിപാടിയിലുള്ളത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അണിനിരന്നിട്ടുണ്ട്. ചേട്ടാ, ആദ്യത്തെ യോഗം കഴിഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം വലിയൊരു പ്രതീക്ഷയാണോ തമിഴ്നാട്ടിലെ? കേരളം പിടിക്കുവോ? കേരളം മാറും, തമിഴ്നാട് മാറിയില്ലേ? കേരളം ഒരു മാറ്റം വേണം എന്നുള്ളതാണ് പ്രവർത്തകരുടെയും ഇവിടെയുള്ള സാധാരണക്കാരുടെയും എല്ലാവരുടെയും മനസ്സിലുള്ളത്. അവർക്കുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ യുവാക്കളായിട്ടും ദളപതി ആരാധകരായിട്ടുള്ള TVK മെമ്പേഴ്സ് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലും ഒരു മാറ്റം അനിവാര്യമല്ലേ? അവിടുത്തെ നേതൃത്വത്തോട് സംസാരിച്ചോ? TVK തമിഴ്നാട് നേതൃത്വത്തോട്? എല്ലാം കഴിഞ്ഞതാണ്. അതെല്ലാം വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ കാര്യമാണ്. ഫുൾ പ്ലാനിങ് എല്ലാം കഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് മുൻനുറിമയാണ് നമ്മുടെ അണ്ണൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോ പാലക്കാടിലുള്ള കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും ധൈര്യത്തിൽ വരാം. ഇവരെല്ലാവരും നമ്മുടെ അണ്ണന്മാരാണ്, അനിയന്മാരാണ്, ഏട്ടന്മാരാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നിലേക്ക് വരാം. ഇവരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. കേരളത്തിന് മാറ്റം അനിവാര്യമാണ്. ഉറപ്പായും കേരളത്തിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ദളപതി തമിഴ്നാട് CM-നെ നമുക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ട് കാണാം. കൂടുതൽ വനിതാ പ്രവർത്തകരൊക്കെ വരുമോ പാർട്ടിയിലേക്ക്? തീർച്ചയായിട്ടും വരും. നമ്മുടെ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ കൂട്ടമെല്ലാം വോട്ടാ മാറുമാ, ഇവിടെയും അത് മാറും. ഞാൻ കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി എന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്, TVK ചേരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ ഫൗണ്ടേഷൻ ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പോ TVK ഓൾവേസ് സക്സസ്ഫുൾ ആണ്, ഫുൾ ടൈം സക്സസ്ഫുൾ ആണ്.